അവസരത്തിൽ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ PM നാരായണൻ തത്സമയം മോർണിംഗ് ഷോയിലേക്ക് വരികയാണ്. PM നാരായണൻ, പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കയുണ്ടാക്കി പുതിയ യുദ്ധ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അമേരിക്ക കൂടി പ്രത്യക്ഷമായി ഈ യുദ്ധത്തിൽ ഇടപെട്ടു. 3 അണുവായുധ കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ് ഒന്നും ഇനി ബാക്കിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. ഈ അവസ്ഥയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം പശ്ചിമേഷ്യയിൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക ഇസ്രായേലിന്റെ തോളിൽ കയറിയിരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു യുദ്ധമാണെന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ അമേരിക്ക നേരിട്ടിടപെട്ടതോടുകൂടെ കാര്യങ്ങൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ UN തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അവിടെ അപലപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാന്റെ തിരിച്ചടി എന്നത് അമേരിക്ക നേരിട്ടിടപെടുകയാണെങ്കിൽ തിരിച്ചടിക്കും എന്നുള്ളത് അസന്നിഗ്ധമായി ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ചില സൂചനകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ ഇറാന്റെ തിരിച്ചടി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം മിലിറ്ററി തിരിച്ചടി മാത്രമല്ല, അത് മറ്റ് പലതരത്തിലുള്ള തിരിച്ചടികളുമാവാം. കാരണം ഇറാന് തിരിച്ചടിക്കാൻ അമേരിക്ക വരെ പോവേണ്ട ആവശ്യമില്ല. നമ്പർ 1, കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ ആ മേഖലയിലാകെ ചിതറിക്കിടക്കുന്നുണ്ട്. ഖത്തർ, ദുബായ്, ഇങ്ങനെ ഒട്ടനവധി മേഖലയിൽ പല അമേരിക്കൻ താവളങ്ങളുണ്ട്. അവിടെയെല്ലാം അമേരിക്കൻ ആർമിയുണ്ട്. അവർക്ക് നേരെയുള്ള തിരിച്ചടി ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇറാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, അവിടെ ഹോർമുസ് കടലിടുക്ക് അവർ അടയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണ വിൽക്കുന്നവരും എണ്ണ വാങ്ങുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് വരുന്ന ആളുകൾ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അതിൽ കൂടെയുള്ള ഈ ചരക്ക് നീക്കം പൂർണ്ണമായും നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചത് ഇറാൻ-ഇറാഖ് വാറിന്റെ സമയത്തായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് ആ മേഖല സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം കൂടെ, ഇറാൻ ചെയ്യുന്ന യുദ്ധം എന്നത് ഇറാന്റെ മാത്രം യുദ്ധമാണ്. ഇപ്പൊ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധം എന്നത് ഇസ്രായേലിന്റെ യുദ്ധമാണ്, അമേരിക്കയുടെ യുദ്ധമാണ്, യൂറോപ്യൻ യൂണിയന്റെ യുദ്ധമാണ്, UK-യുടെ യുദ്ധമാണ്. പക്ഷേ ഇറാന്റെ യുദ്ധം എന്നത് ഇറാന്റെ മാത്രം യുദ്ധമാണ് ഇത്രയും ദിവസം. പക്ഷേ അതിലേക്ക് ഇറാന്റെ പിന്തുണയായി മറ്റ് രാജ്യങ്ങൾ കൂടി, ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ കൂടി ഇടപെടുകയാണെങ്കിൽ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അറബ് മേഖലയുടെ സഹനശക്തി വലിയൊരു അളവ് വരെ പരീക്ഷിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ അവർ കൂടെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ സംഘർഷം ആ മേഖലയിൽ രൂപപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്.